നമസ്കാരം. പ്രധാന വാർത്തകൾ. കല്ലടിക്കോട് വയോധികയെ വീട്ടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. 73-കാരിയായ അലിമയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം. മണ്ണാർക്കാട് ആനമൂളിയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് CPM ഏരിയ സെക്രട്ടറി. പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന ലോക്കൽ സെക്രട്ടറിയുടെ വാദത്തെ തള്ളി ഏരിയ സെക്രട്ടറി. പോലീസ് വിളിച്ച ചർച്ചയിൽ പങ്കെടുക്കാതെ ലോക്കൽ സെക്രട്ടറി. ഒറ്റപ്പാലം പനമണ്ണ ഇത്തിയാൻ മലയിലെ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് മാർച്ച് നടത്തി. ക്വാറി ജീവനും സ്വത്തിനും ഭീഷണിയെന്ന് നാട്ടുകാർ. ഒറ്റപ്പാലം കണ്ണിയമ്പുരത്ത് മോഷണവും മോഷണശ്രമവും. 2 വ്യാപാര സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും വീടുകളിലുമാണ് കള്ളന്മാർ കയറിയത്. കുമരമ്പത്തൂർ പുതുക്കുടിയിൽ മോട്ടോർ പുരയുടെ ഷട്ടർ തകർത്ത് മോട്ടോറിന്റെ പാർട്സുകൾ മോഷ്ടിച്ചു. അങ്ങാടിപ്പുറത്തെ ചെറുപുഴയെ ചേലുള്ളതാക്കാൻ മാസ് ക്യാമ്പയിനുമായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത്. നഗരസഭയുമായി കൈകോർത്ത് നടപടി. മാലിന്യം തള്ളുന്നവരുടെ ഫോട്ടോ എടുത്ത് അയക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും പ്രഖ്യാപനം. വാർത്തകൾ വിശദമായി. കല്ലടിക്കോട് വയോധികയെ വീട്ടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കല്ലടിക്കോട് ചുങ്കം മുതുകാട് പറമ്പ് 73-കാരിയായ അലിമയെയാണ് കിടപ്പുമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. ചൊവ്വാഴ്ച രാവിലെയാണ് അലിമയുടെ മരണം പുറത്തറിയുന്നത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. ഭർത്താവ് മരിച്ച അലിമ വീട്ടിൽ തനിച്ചാണ് താമസം. 2 ദിവസമായി ഇവരെ പുറത്തു കാണാത്തതിനെ തുടർന്ന് സമീപവാസികൾ വേലിക്കാടേക്ക് വിവാഹം ചെയ്തിരിക്കുന്ന മകളെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. അവിടെ എത്തിയോ എന്ന് തിരക്കിയതിലൂടെയാണ് മരണവിവരം പുറത്തറിയുന്നത്. അയൽവാസികളുടെ പരിശോധനയിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കിടപ്പുമുറിയിൽ കണ്ടെത്തുകയായിരുന്നു. കാലിന് സ്വാധീനക്കുറവുള്ള അലിമ അയൽവാസികളുമായും മകളുമായും വലിയ അടുപ്പത്തിലല്ല. അതുകൊണ്ട് തന്നെ അയൽവാസികളാരും ഇവരുടെ വീട്ടിലേക്ക് പോകാറില്ല. വീടിന്റെ വാതിൽ പൂട്ടാതെ ചാരിയ നിലയിലാണ്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. വിരലടയാള വിദഗ്ധരും ശാസ്ത്രീയ പരിശോധനാ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീട് പൂട്ടാതിരിക്കുന്നതിനാൽ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. മണ്ണാർക്കാട് ആനമൂളിയിലെ സംഘർഷവുമായി ഉണ്ടായ പോലീസ് നടപടിയിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി. പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ച് CPM ലോക്കൽ സെക്രട്ടറി സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയതിനു പിന്നാലെയാണ് ഏരിയ സെക്രട്ടറിയുടെ പ്രസ്താവന. രാവിലെ നടത്തിയ ചർച്ചയ്ക്ക് തെങ്കര ലോക്കൽ സെക്രട്ടറി K സുരേന്ദ്രൻ എത്തിയില്ല. ആനമൂളിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് CPM പ്രവർത്തകരെ വേട്ടയാടുകയായിരുന്നുവെന്നാണ് ലോക്കൽ സെക്രട്ടറി K സുരേന്ദ്രന്റെ ആരോപണം. പോലീസിന്റെ അനീതിക്കെതിരെ താൻ നടത്തുന്ന കുത്തിയിരിപ്പ് സമരം അറസ്റ്റ് വരിക്കുന്നതുവരെ തുടരുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ CPM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിലെത്തിയ നേതാക്കൾ പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. നേതൃത്വത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ച സുരേന്ദ്രൻ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നു. സുരേന്ദ്രൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ ചൊവ്വാഴ്ച പോലീസുമായി ചർച്ച ചെയ്യുമെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു. ഇതനുസരിച്ച് ചൊവ്വാഴ്ച DYSP M സന്തോഷ് കുമാറുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായാണ് പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഏരിയ സെക്രട്ടറി പറഞ്ഞത്. ചർച്ചയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നില്ലെന്നും പറയാനുള്ളത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് പറയേണ്ട കാര്യം പോലീസിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനുകൂലമായ എന്തെങ്കിലും മറുപടി ഉണ്ടോ? അനുകൂല പ്രതികൂലം ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ പറയേണ്ട കാര്യം പോലീസിനോട്. ഇപ്പൊ തെങ്കരക്കാർ വന്നിട്ടില്ലല്ലോ, അതെന്തുകൊണ്ടായിരിക്കും? തെങ്കരയിലെ പ്രവർത്തകർ ആരും സ്ഥലത്തെത്തിയിട്ടില്ല. ലോക്കൽ സെക്രട്ടറിയുടെ ഓഫീസിലുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു. അല്ല, അതൊന്നും ഇപ്പൊ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. പറയേണ്ട കാര്യം പോലീസിനോട് പറഞ്ഞു. പോലീസ് നടപടി എടുക്കോ? UDF-നെതിരെ അത് പോലീസിനോട് ചോദിച്ചു. UDF പ്രവർത്തകർക്കെതിരെ കേസ് എടുക്കും. DYSPയോട് ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനുകൂലോ പ്രതികൂലോ ഞങ്ങൾക്ക് അറിയില്ല. പോലീസ് നിഷ്പക്ഷ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. പോലീസ് പ്രവർത്തിക്കട്ടെ. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് പിന്നെ ഇന്നലെ ഉണ്ടായ വിഷയങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അതിന്റെ ഇന്നലെ ഞങ്ങൾ പറഞ്ഞല്ലോ, അത് ഞങ്ങൾ ഇന്ന് പറഞ്ഞു. പോലീസ് ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് മുഴുവൻ നീതിപൂർവമായിട്ടാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.
പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലല്ലോ, സംസ്ഥാനത്ത് എവിടെയും വീഴ്ചയില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയും വീഴ്ചയുണ്ടാവില്ല. CPM നേതാക്കൾ ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു, അത് പരിശോധിക്കുമെന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ഡിവൈഎസ്പി പറഞ്ഞു. കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അവരിപ്പം പറഞ്ഞിട്ടില്ലല്ലോ. ആനമൂളില് തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന്റെ അന്ന് മുതൽ നേരിയ തോതിൽ സംഘർഷങ്ങൾ ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീരുന്നില്ല. അപ്പൊ എന്താണ് ഇനി പോലീസ് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക്? അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അത് അന്വേഷിച്ചിട്ട് മറ്റേ ഈ കേസുകളുടെ നിജസ്ഥിതിയൊക്കെ കൃത്യമായി നോക്കി അതിനനുസരിച്ച് അവരായിട്ട് തീരുമാനിക്കും. സർ, ഇന്നലെ സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി, അത് ഒരർത്ഥത്തിൽ നിയമലംഘനമാണ്. അപ്പോൾ അതിനെതിരെ നടപടി ഉണ്ടാവും പോലീസിന്റെ ഭാഗത്തുനിന്ന്? തീർപ്പ് സ്റ്റേഷന്റെ പ്രശ്നങ്ങളിലൊന്നും അയാൾ അവിടെ ഇരുന്നു എന്ന് മാത്രമല്ല, അല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ തടസ്സപ്പെടുത്തുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിയമ നടപടി എടുക്കേണ്ട കാര്യമില്ല? ഇല്ല, ആവശ്യമില്ല. അയാൾ അവിടെ നിന്ന് ഇരുന്നു എന്ന് മാത്രമല്ല, അല്ലാതെ മറ്റും കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അല്ല, അത് കോടതിന്റെ പരിഗണനയുള്ളത് നമുക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം കോടതിയുടെ പരിഗണനയിലെ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് എങ്ങനെ പോലീസിന് ഒരു അവരുടെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ അത് പരിശോധിച്ചിട്ട് അവർക്ക് തിരിച്ച് അവർക്ക് കമ്മ്യൂണിക്കേഷൻ. സാറിന്റെ നിഗമനത്തിൽ ഇതുവരെ പോലീസ് എടുത്ത പറഞ്ഞ ഒരു വീഴ്ചയും വന്നിട്ടില്ല? അല്ല, അവരുടെ ആരോപണം ഞാൻ അന്വേഷിച്ചിട്ട് തീരുമാനിക്കും. അവർ ഇന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കൾ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ പോലീസിന്റെ നടപടി ഉണ്ടാവാറുണ്ടോ ഇവിടെ? അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ആരും രാഷ്ട്രീയ നേതാക്കൾ വിളിച്ചു പറഞ്ഞു. അവരവരുടെ മറ്റേ ആരോപണം, അവരുടെ ആശങ്ക എന്നോട് പറഞ്ഞു. ഞാനത് ലോക്കൽ സെക്രട്ടറിയുടെ സമരം അവസാനിപ്പിക്കാൻ ഏരിയ നേതൃത്വം നടത്തിയ ഇടപെടലിനെതിരെ പാർട്ടി പ്രവർത്തകർ രൂക്ഷമായാണ് പ്രതികരിച്ചത്. നേതാക്കൾ പോലീസുമായി ഒത്തുകളിച്ചുവെന്നും പ്രവർത്തകർക്ക് നീതി ഉറപ്പാക്കാൻ നേതാക്കൾക്ക് കഴിയില്ലെന്നും പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഒറ്റപ്പാലം പനമണ്ണ ഇത്തിയാൻമലയിലെ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധം ക്വാറിയുടെ കവാടത്തിലെത്തിയപ്പോൾ പുറമേ നിന്ന് ഒരാൾ മൊബൈലിൽ വീഡിയോ ചിത്രീകരിച്ചത് പ്രകോപനത്തിന് ഇടയാക്കി. കോറിക്കാരുടെ വിളയാട്ടം, ഇതിനെതിരെ പ്രതികരിക്കൂ, നിഷേധിക്കൂ നാട്ടാരെ, ജനകീയ സമിതി സിന്ദാബാദ്. ജീവനും സ്വത്തിനും ഭീഷണിയായ ഇത്തിയാൻ മലയിലെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ച മലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സൗത്ത് പനമണ്ണ പൊതുജന വായനശാല പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ക്വാറി കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. സൗത്ത് പനമണ്ണ പൊതുജന വായനശാല പ്രസിഡന്റും പൗരസമിതി ജോയിന്റ് സെക്രട്ടറിയുമായ എ സതീഷ് കുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു മാരക വിപത്താണ് ഇപ്പോൾ നമ്മുടെ ഈ പനമണ്ണയിലെ ക്വാറി എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിന് ഒരു തരത്തിലും വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. കാരണം വളരെ ചെറിയ ഒരു കൊച്ചു ഗ്രാമം, ഇവിടെ വെറും കൃഷി മാത്രം ഉപജീവനമായിട്ടുള്ള ഒരു പ്രദേശമാണിവിടെ. അതുപോലെ തന്നെ ഒരു ചരിത്രപ്രസിദ്ധമായ ഒരു നഗരമാണ് ഒറ്റപ്പാലം. ഈ ഒറ്റപ്പാലം നഗരസഭയിലെ വട്ടത്തിനുള്ളിൽ തന്നെ ഇവിടെ ഒരു ക്വാറി തുടങ്ങണം എന്നും അത് ഈ നാടിനെ മുഴുവൻ കുട്ടിച്ചോറാക്കണമെന്നുള്ളൊരു ഒറ്റ വാശിയിൽ ഏതോ ഒരുത്തം വന്ന് ഉടനെ ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം, ഇത് ഇവിടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഏതോ ഒരു തരം വാശിയോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യമോ തീർക്കാൻ വേണ്ടി മാത്രം വന്ന പോലെയാണ് ഈ ക്വാറിയുടെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അല്ലാണ്ട് ഇതിലിപ്പോൾ അത്ര വലിയ ഒരു ക്വാണ്ടിറ്റി കിട്ടുന്ന കല്ലുള്ളൊരു സ്ഥലമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഒരു കൊച്ചു മല മാത്രമാണ് ഈ ഇത്തിയമല എന്ന് പറയുന്നത്. ഇതിന് ഇവിടെ മാത്രം വന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിനെ കുട്ടിച്ചോറാക്കി ഈ നാടിനെ നശിപ്പിക്കുക എന്നുള്ളൊരൊറ്റ വാശി പോലെ വന്നിട്ടുള്ള ഈ ക്വാറി തുടങ്ങുന്ന ഈ പരിപാടിയെ എന്ത് വില കൊടുത്തും ഈ നാട്ടിലുള്ളവർ എതിർക്കും. അതിനെ തകർക്കും, തരിപ്പണമാക്കണം എന്നുള്ളൊരു വാശി ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ആ വർദ്ധിത വീര്യം തന്നെ ഇപ്പോൾ ഈ ക്വാറി മുതലാളിക്കുള്ള അതേ വീര്യം തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്കും ഉള്ളത്. ഒരു കാരണവശാലും ഈ ക്വാറിയെ ഇവിടെ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള സകല ജോലികൾ കളഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ ജനകീയ സമിതിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിനിടെ പ്രതിഷേധത്തിൽ ഇല്ലാത്ത പുറത്തുനിന്നൊരാൾ മൊബൈലിൽ വീഡിയോ ചിത്രീകരിച്ചത് പ്രകോപനത്തിനിടയാക്കി.
തുടർന്ന് പോലീസ് ഇടപെട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ ശേഷമാണ് പ്രതിഷേധക്കാർ ശാന്തരായത്. വാർഡ് കൗൺസിലറും സമിതി ചെയർമാനുമായ അർച്ചന സജിത്ത് അധ്യക്ഷയായി. കൗൺസിലറും കൺവീനറുമായ എൻ ഷിബു, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി IM സതീശൻ, മറ്റ് ജനപ്രതിനിധികൾ, മുൻ കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. കുമരംപുത്തൂർ പഞ്ചായത്തിലെ പുതുക്കുടിയിലെ മോട്ടോർ പുരയുടെ ഷട്ടർ തകർത്ത് മോട്ടോറിന്റെ പാർട്സുകൾ മോഷ്ടിച്ചു. പഞ്ചായത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പുഴയോരത്തുള്ള മോട്ടോർ പുരയിലാണ് മോഷണം. മോട്ടോറിന്റെ അഴിച്ചാൽ കിട്ടാവുന്ന സാമഗ്രികളെല്ലാം മോഷ്ടാവ് ഊരിയെടുത്തിട്ടുണ്ട്. ഇരുമ്പ് പൈപ്പുകളും അഴിച്ചുവെച്ച നിലയിലാണ്. മോട്ടോർ ഇളക്കാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞിട്ടില്ല. 2000-ലാണ് ജില്ലാ പഞ്ചായത്തിന്റെ തുക ഉപയോഗിച്ച് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി സ്ഥാപിച്ചത്. മോഷ്ടാവിനെ എത്രയും വേഗം പിടികൂടണമെന്ന് പഞ്ചായത്ത് അംഗം ആലിക്കൽ കുമാരൻ ആവശ്യപ്പെട്ടു. ഇറിഗേഷൻ 2000-ലാണ് ഇവിടെ സ്ഥാപിച്ചത്. തുടർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇടയ്ക്ക് ആരംഭിക്കുകയും പിന്നീട് അത് നിന്നുപോവുകയും ചെയ്തു. ഇപ്പോൾ നിലവിലുള്ള ഈ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ മോട്ടോറുകളും അതുപോലെ തന്നെ അതിൻ്റെ മറ്റു ഉപകരണങ്ങളും ചിലത് കളവ് പോയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുനരാരംഭിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടന്നാൽ മാത്രമേ ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ കഴിയൂ. അതോടൊപ്പം തന്നെ ഈ തൊണ്ടി സാധനങ്ങൾ, മോട്ടറിൻ്റെ ചില ഭാഗങ്ങൾ കളവ് പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തണമെന്നും തുടർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് സൂചിപ്പിക്കുന്നു. നാട്ടുകാരായ വിശ്വനാഥൻ, ആലിക്കൽ ഗോപാലകൃഷ്ണൻ, ഹരിദാസൻ, രാജനമ്പലംകുന്ന്, MK ഫൈസൽ, VP കുഞ്ഞായ്മു എന്നിവർ സ്ഥലത്തെത്തി മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് വ്യാപക മോഷണവും മോഷണ ശ്രമവും. പാലക്കാട് കുളപ്പുള്ളി പാതയോരത്തെ 2 വ്യാപാര സ്ഥാപനങ്ങളിലും 2 ക്ഷേത്രങ്ങളിലും 4ഓളം വീടുകളിലുമാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത്. കണ്ണിയമ്പുറം മേഖലയിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് വ്യാപക മോഷണവും മോഷണ ശ്രമവും നടന്നത്. പാലക്കാട് കുളപ്പുള്ളി പാതയോരത്തെ 2 വ്യാപാര സ്ഥാപനങ്ങളിലും 2 ക്ഷേത്രങ്ങളിലും 4ഓളം വീടുകളിലുമാണ് മോഷ്ടാക്കൾ അഴിഞ്ഞാടിയത്. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ഗോൾഡൻ പെയിന്റ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 4000 രൂപയും CCTV DVR-ഉം 3 പെൻഡ്രൈവുകളും കവർന്നു. സ്ഥാപനത്തിലെ CCTV ക്യാമറകൾ നശിപ്പിച്ച നിലയിലാണ്. ഇതേ കെട്ടിടത്തിലെ അമൃത് ഫുഡ് പ്രോഡക്റ്റിൽ നിന്ന് 6800 രൂപയും മൊബൈൽ ടാബും മോഷ്ടിച്ചു. സമീപത്തെ ഇരുചക്ര വാഹന ഷോറൂമിലും പൂട്ട് തകർത്ത് മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. തുടർന്ന് കണ്ണിയമ്പുറം മുനിയപ്പൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് 5000 രൂപയും ഗുരുമൂർത്തി ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് 3000 രൂപയും കവർന്നു. ഇതിന് പിന്നാലെ കണ്ണിയമ്പുറം തെരുവിലെ 4ഓളം വീടുകളിലും മാരിയമ്മൻ കോവിലിലും മോഷണ ശ്രമം നടത്തിയെങ്കിലും വീട്ടുകാർ ഉണർന്നതോടെ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. എൻ്റെ ഗോൾഡൻ പെയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കണ്ണിയമ്പുറത്തുള്ള സ്ഥാപനത്തിൽ ഇന്ന് രാവിലെ തുറക്കാൻ വരുന്ന സമയത്ത് മോഷണം നടന്നതായിട്ട് അറിഞ്ഞു. നമ്മൾ വന്ന് തുറന്നു നോക്കിയ സമയത്ത് ക്യാഷിലുണ്ടായിരുന്ന ഏകദേശം ഒരു 4000 രൂപ അടുത്ത് ക്യാഷും പിന്നെ ക്യാമറ എല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. DVR എല്ലാം മോഷണം പോയിട്ടുണ്ട്. ഷട്ടറുകളെല്ലാം പൊളിച്ച രീതിയിലായിരുന്നു. പൂട്ടുകളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പൂട്ടുകളൊക്കെ പൊളിച്ച് കിടക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള സ്റ്റോക്കുകളും ബാക്കിയെല്ലാം പരിശോധിച്ച് വരികയാണ്. പോലീസിന് നമ്മൾ ഓൾറെഡി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലും ഷോപ്പുകളിലും എല്ലാം വീടുകളിലെല്ലാം കയറി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരു ചെയിൻ ഓഫ് അറ്റംപ്റ്റ് ആണ് ഇത് നടന്നിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള നടപടികൾ നടന്നു വരും. കണ്ണിയമ്പുറം തെരുവെന്നാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ കള്ളൻ കയറാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലത്തെ കോണി എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെ അവരുടെ വീട്ടിലേക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചെറിയൊരു കോണിയുണ്ട്, അതെടുത്തിട്ട് അങ്ങോട്ടും കയറാൻ ശ്രമിച്ചിരിക്കണം. പിന്നെ അതവിടെ അമ്പലത്തിലൊക്കെ കയറിയെന്ന് പറഞ്ഞു, അവിടെയും കയറാൻ ശ്രമിച്ചിരിക്കുന്നു. ഞങ്ങള് സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അനിയൻ വന്നിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് നോക്കുമ്പോഴേക്കും ആളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അത് അലുമിനിയം ഡോറായിരുന്നു. അതൊക്കെ ഒന്ന് തുറന്നിരിക്കണം രാവിലെ എണീച്ചപ്പോ. പിന്നെ ഇവിടെ കോണി കിടക്കണ്ടായിരുന്നു രാവിലെ, അങ്ങനെ മനസ്സിലായത്. അമ്പലത്തിലെ പൈസ പോയിട്ടുണ്ട്. ഇവിടെ അമ്പലത്തിലെ പൈസ പോയിരിക്കണം. അവിടെ പിന്നെ കയറിയപ്പോഴേക്കും വലിയ അമ്പലത്തിൽ അവിടെ കയറിയപ്പോഴേക്കും അവര് കണ്ടിരിക്കണം. റോട്ടില് അവിടെ പോയിരിക്കണം. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി.
അങ്ങാടിപ്പുറത്തെ ചെറുപുഴയെ ചേലുള്ളതാക്കാൻ മാസ് ക്യാമ്പയിനുമായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത്. മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ നഗരസഭയുമായി കൈകോർത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കും. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധന നടത്താനും തീരുമാനിച്ചു. അങ്ങാടിപ്പുറം തെരുമാധാംകുന്ന ഭഗവതി ക്ഷേത്രത്തിന്റെ വടക്കേ നടയ്ക്ക് സമീപത്തെ ആറാട്ടുകടവിലൂടെ ഒഴുകുന്ന ചെറുപുഴയിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കാണ് ഇടയാക്കുന്നത്. ഈ പുഴക്കടവിലാണ് ക്ഷേത്രത്തിലെ പൂജാരികൾ ശുദ്ധി വരുത്തുന്നത്. മാത്രമല്ല, ജനങ്ങൾ കുളിക്കുവാനും വസ്ത്രങ്ങൾ അലക്കുവാനും പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പുഴയിലെ വെള്ളം മലിനമാക്കിയ പ്രശ്നത്തിൽ അടിയന്തര നടപടികൾ കൈക്കൊള്ളുന്നതിന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസ് അധ്യക്ഷത വഹിച്ചു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, വൈസ് പ്രസിഡന്റ് മുബീന തസ്നി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റബീന ഹബീബ്, വാഹിദ ടീച്ചർ, ധന്യ തോട്ടത്തിൽ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം അബു താഹിർ തങ്ങൾ, തഹസിൽദാർ വേണുഗോപാൽ, പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി S രാജേഷ് കുമാർ, അങ്ങാടിപ്പുറം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്മിത TG തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ നഗരത്തിലെ തോട്ടിലേക്കും ഈ തോട് ഒഴുകിയെത്തുന്ന അങ്ങാടിപ്പുറം ചെറുപുഴയിലേക്കും മാലിന്യം തള്ളുന്നത് തടയാൻ കർശന നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ ക്യാമ്പയിനും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധനയും നടത്തും. യോഗ തീരുമാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ വിവരിച്ചു. അങ്ങനെ ഒരു ക്യാമ്പയിനായിട്ട് നാളെ മുതൽ നമ്മൾ 20-ാം തീയതി വരെ അല്ലെങ്കിൽ 20-ാം തീയതി വരെ നോട്ടീസ് പീരീഡിൽ 20 തീയതിക്കുള്ളിൽ നിങ്ങളൊരു ഞങ്ങളുടെ ഒരു ടാസ്ക് ഫോഴ്സ് ഇറങ്ങുന്നു. അതിന് മുമ്പ് ഈ മാലിന്യം അവിടെ തള്ളുന്നത് പുഴയിലേക്ക് തള്ളുന്നത് നിർത്തിവെക്കണം എന്നുള്ളൊരു നോട്ടീസ് പുറത്തിറക്കേണ്ടതാണ്. പിന്നെ ഈ ടാസ്ക് ഫോഴ്സിന്റെ ഒരു അടിയന്തര റിവ്യൂ മീറ്റിംഗ് നമുക്ക് ആ തീയതി കഴിയുന്നതോടുകൂടി 20-ാം തീയതി തന്നെ അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് കൂടുകയും അതോടുകൂടി തന്നെ നമുക്ക് ഏകദേശം സോഴ്സുകളും മറ്റു കാര്യങ്ങളും പിടികിട്ടിയിട്ടുണ്ടാവും. 21-നോ 22-നോ ആയിട്ട് നമുക്ക് ആ സ്ക്വാഡ് പരിശോധന എന്ന രൂപത്തിൽ തന്നെ CIയുടെയും CIയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പരിശോധനയ്ക്ക് ഇറങ്ങുകയും ചെയ്യും. പിന്നീട് 26-ാം തീയതി ആ പരിശോധന അവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ നടക്കട്ടെ. ചെറുപ്പത്തിലായി ഇപ്പോൾ 26-ാം തീയതി നമുക്കൊരു മാസ് ക്യാമ്പയിൻ ആയിക്കോട്ടെ. നമുക്ക് എല്ലാവർക്കും പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലുള്ള എല്ലാവർക്കും ഇതൊരു മാസ് ക്യാമ്പയിൻ ആയി എടുത്തുകൊണ്ട് നമുക്ക് അതിനൊരു ബോധവൽക്കരണം എന്നോടുകൂടി ഒരു ഫോളോ അപ്പ് നടത്താം. മാലിന്യം തള്ളുന്ന ഫോട്ടോ എടുത്ത് അയക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ചെറുപുഴ മലിനമാക്കിയത് ഏറ്റവും ഗുരുതരമാണെന്നും പ്രശ്നം പരിഹരിക്കാൻ ശക്തമായി ഇടപെടുമെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. ഇപ്പൊ സിസ്റ്റാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങാടിപ്പുറം പഞ്ചായത്തില് കർശനമായിട്ട് എത്ര മാക്സിമം ഫൈൻ അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അതിൽ ഇടപെടുന്ന ഉറപ്പ് നൽകുന്നത്. കാരണം അപ്പൊ നമ്മൾ പ്രസിഡന്റ് സെക്രട്ടറിയോട് പറയണേ അല്ലെങ്കിൽ HOയോട് പറയണേ ഫൈൻ കുറയ്ക്കുന്നത് ഞാൻ മാക്സിമം അവരോട് ഇടാനാണ് പറയുന്നത്. ഞാൻ അതിന് ഇപ്പൊ ആ അമ്പലത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ട ഏറ്റവും വലിയ സംഭവമാണ്, നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ സംഭവമാണ്. അവിടെ ആ വിശ്വാസപ്രകാരമായ സംഭവത്തിലേക്ക് അത്രയും മോശപ്പെട്ട സ്ഥലത്ത് നിന്ന് കുളിച്ചിട്ട് പോകാറുള്ളത് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത സംഭവം. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കേരളം മാതൃകാപരമായ മുന്നേറ്റം നടത്തുമ്പോഴും ചെർപ്പുളശ്ശേരി നഗരമധ്യത്തിൽ ഇപ്പോഴും ചീഞ്ഞുനാറുന്ന ഒരിടമുണ്ട്. മൂക്കുപൊത്തി വേണം ഇതുവഴി ആളുകൾക്ക് കടന്നുപോകാൻ. പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ല. ചെർപ്പശ്ശേരി നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ കാണുന്ന മാലിന്യ കൂമ്പാരം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മദ്യക്കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും പഴയ തുണികളും ഉൾപ്പെടെ പലവിധ മാലിന്യങ്ങളാണ് ഇവിടെ കുമിഞ്ഞു കൂടുന്നത്. ചെർപ്പശ്ശേരി EMS റോഡിൽ ബീവറേജിന്റെ മുൻവശത്തെ സ്വകാര്യ സ്ഥലത്താണ് ഈ കാഴ്ച. മൂക്കുപൊത്തിയല്ലാതെ ഇതുവഴി ആർക്കും കടന്നുപോകാനാകില്ല. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ഇവിടെ വലിച്ചെറിയുന്നത് പതിവ് കാഴ്ചയാണ്. കാലങ്ങളായി തുടരുന്ന ഈ സമ്പ്രദായം നിർത്തലാക്കാൻ ഇതുവരെയും അധികൃതർക്കായിട്ടില്ല. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഭക്ഷണശാലകൾക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്കും നടുവിലാണ് ഇത്തരത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ മാലിന്യം കുമിഞ്ഞുകൂടുന്നത്.
സമീപത്തെ വ്യാപാരികളും പൊതുജനങ്ങളും നിരവധി തവണ അധികാരികളെ സമീപിച്ചെങ്കിലും യാതൊരുവിധ നടപടികളും ഇക്കാലം അത്രയും സ്വീകരിക്കാനായിട്ടില്ല. മാലിന്യ നിർമ്മാർജ്ജനം മുൻനിർത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പല പദ്ധതികളും ചെർപ്പശ്ശേരിയിൽ നടപ്പിലാക്കിയെങ്കിലും നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ചീഞ്ഞു നാറുന്ന ഈ മാലിന്യ കൂമ്പാരം അനാസ്ഥയുടെ നേർക്കാഴ്ചയായി മാറുകയാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. അലനല്ലൂർ വെള്ളിയാർ പുഴയിലെ നീരൊഴുക്ക് നിലയ്ക്ക് മുൻപ് കണ്ണംകുണ്ട് ഭാഗത്ത് താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി. അലനല്ലൂരിലെ മുഖ്യ ജലസ്രോതസ്സായ പുഴയെ ആശ്രയിച്ച് ചെറുതും വലുതുമായ ഒട്ടേറെ ശുദ്ധജല പദ്ധതികളാണ് പ്രവർത്തിക്കുന്നത്. വേനൽ ആദ്യവാരമായപ്പോഴേക്കും പുഴയിൽ ക്രമാതീതമായാണ് ജലനിരപ്പ് താഴ്ന്നത്. വേനൽ കനക്കുന്നതോടെ ജലക്ഷാമം നേരിടുന്ന ഭാഗങ്ങളിലുള്ളവർ അലക്കുന്നതിനും മറ്റുമായി ഈ പുഴയെയാണ് ആശ്രയിക്കുന്നത്. താൽക്കാലിക തടയണ ഒരുക്കിയാൽ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പ് ഉയരുന്നതോടൊപ്പം കൃഷിസ്ഥലങ്ങൾക്കും ഏറെ ഗുണകരമാകും. നീരൊഴുക്ക് നിലയ്ക്കുന്നതിന് മുമ്പ് തടയണ നിർമ്മിച്ചാൽ കണ്ണംകുണ്ട് മുതൽ പുഴയുടെ മുകൾ ഭാഗത്ത് കിലോമീറ്ററുകളോളം വെള്ളം കെട്ടിനിൽക്കാൻ ഇത് സഹായകരമാകും. മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ പൊടി ശമിപ്പിക്കാൻ ഓരോ മണിക്കൂറിലും ലിറ്റർ കണക്കിന് വെള്ളം പുഴയിൽ നിന്നും ശേഖരിക്കുന്നുണ്ട്. പാചക തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പട്ടാമ്പിയിൽ നടന്ന സമ്മേളനം മുഹമ്മദ് മുസീൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. പ്രകടനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. മുഹമ്മദ് മുസീൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മറ്റെല്ലാ മേഖലയിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നാൽ അതിനൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഫോട്ടോ എടുക്കുന്ന ആളുകൾക്ക് ചെറിയൊരു ക്യാമറയ്ക്ക് പ്രശ്നം വന്നാൽ തൽക്കാലം എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്തെങ്കിലും തരത്തിലൊരു ചെറിയ നെഗറ്റീവ് വന്നാൽ ചിലപ്പോൾ കഴിയുന്നത് പോകും. ആ വലിയ ആഘോഷത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പാചക തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമാണ്. അവിടെ വരുന്നവരൊക്കെ ഭക്ഷണം കഴിച്ച് പലപ്പോഴും ചിലപ്പോൾ നല്ല ഭക്ഷണമായിട്ടുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞ് നല്ല ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ അതിന്റെ പിറകിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എപ്പോഴും അഭിനന്ദിക്കാറില്ല. അത് സൊസൈറ്റിയുടെ ഒരു സ്വഭാവമാണ്. എന്നാൽ ചിലപ്പോൾ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കിയ കല്യാണത്തിലും വീട്ടുകാരുടെ ഭക്ഷണം ഗംഭീരായിരുന്നു. ഞാനടക്കം നമ്മളടക്കം പറയുന്നത് നല്ല ഭക്ഷണമായിട്ടോ ഗംഭീരായിട്ടോ. പക്ഷെ ഉണ്ടാക്കിയ ആളെ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെന്ന് പറയാറില്ല. അപ്രിസിയേഷൻ പലപ്പോഴും കിട്ടാറില്ല. എന്നാൽ അതേ സമയത്ത് ഒരു ലേശം അധികാരികൾ ഒരു ലേശം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ ആഹാരം ഉണ്ടാക്കുന്ന ആദ്യം അപ്പൊ വീട്ടുകാരും പറയുന്നത്. അപ്പൊ ഇത് ചെറിയ ജോലിയല്ല, വലിയ സമ്മർദ്ദമുള്ള ജോലിയാണ്. വലിയ സമ്മർദ്ദമുള്ള ജോലിയാവുമ്പോഴും നമുക്കറിയാം സ്വന്തം കുടുംബത്തിന്റെ പട്ടിണി കിടക്കാതിരിക്കാനുള്ള കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഒരു സംഘടന തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയമില്ലാതെ ഒന്നിച്ചു നിന്ന് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഈ സംഘടനയുടെ കീഴിൽ നിങ്ങളെല്ലാവരും നിന്ന് അത് ചോദിച്ച് നിരന്തരം ചോദിച്ചു വാങ്ങുകയാണ്. ആരും ഒന്നും തടികയിൽ കൊണ്ടുവന്ന് തരില്ല. ജില്ലാ പ്രസിഡന്റ് AP അച്യുതൻകുട്ടി അധ്യക്ഷനായി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് സലാം മഞ്ചേരി സംഘടനാ വിശദീകരണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹനീഫ കണ്ണൂർ, അഷ്റഫ് ഇബ്രാഹിം, ലത്തീഫ്, സലാം, മുഹമ്മദ് അലി, റഷീദ്, യാക്കൂബ്, പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തോടനുബന്ധിച്ചുള്ള കാവടി പുറപ്പാടിന് തുടക്കമായി. പാലൂരിലെ 10 ദേശങ്ങളിൽ കാവടി ഗൃഹസന്ദർശനം നടത്തും.
ജനുവരി 5 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള ദിവസങ്ങളിലാണ് പ്രസിദ്ധമായ പാലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവം നടക്കുന്നത്. രഥോത്സവത്തോടനുബന്ധിച്ചുള്ള കാവടി പുറപ്പാടിന് പാലൂർ കളരിയിൽ നിന്നും തുടക്കമായി. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം രാവിലെ 9 മണിക്ക് കാവടിക്കൂട്ടങ്ങൾ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ തട്ടകത്തമ്മയുടെ ആലഞ്ചേരി ക്ഷേത്രം വലം വെച്ചു. തുടർന്ന് ആറ്റുപുറത്ത് മനയിലെത്തി കൃഷ്ണൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കാവടി പൂജ ചെയ്ത് ഗൃഹസന്ദർശനം നടത്തി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ പാലൂരിലെ 10 ദേശങ്ങളിൽ കാവടി ഗൃഹസന്ദർശനം നടത്തും. പാലൂർ തൈപ്പൂയ രഥോത്സവം കാവടി പുറപ്പാടോടുകൂടി ആരംഭിച്ചു. 10 ദേശങ്ങളിലും കാവടിക്കൂട്ടങ്ങൾ വീടുകൾ കയറി തൈപ്പൂയ രഥോത്സവത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഉള്ള ചടങ്ങുകൾ ആരംഭിച്ച് അടുത്ത ജനുവരി 26 നടക്കുന്ന തൃക്കൊടിയേറ്റോടുകൂടി മഹാരഥോത്സവം ഫെബ്രുവരി മാസം 1 തീയതി ഞായറാഴ്ച നടത്തുന്നു. വൈകുന്നേരം ദീപാരാധനയും തായമ്പകയും വിശേഷാൽ പൂജയും സമാധി സ്വാമികൾക്ക് ഗുരുപൂജയും നടത്തി. പഞ്ചാരിമേളവും അരങ്ങേറി. ജനുവരി 26 അശ്വതി നാളിൽ രഥോത്സവത്തിന് കൊടിയേറും. അന്ന് നടക്കുന്ന സർവമത സൗഹാർദ്ദ സാംസ്കാരിക സമ്മേളനമാണ് രഥോത്സവത്തിലെ പ്രധാന പരിപാടി. ഫെബ്രുവരി 1 ഞായറാഴ്ച മഹാരഥോത്സവം ആഘോഷിക്കും. വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളുമെല്ലാം ഉത്സവ കാഴ്ചകൾ സമ്മാനിക്കും. 26 നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനവും നിരഞ്ജൻ അനുസ്മരണവും നടത്തുന്നു. 30 തീയതി വൈകുന്നേരം 6 മണിക്ക് ഗംഗാ ശശിധരൻ വയലിനിസ്റ്റ് അവതരിപ്പിക്കുന്ന ഗംഗാ തരംഗം എന്ന പ്രോഗ്രാമും 27, 28, 29 ദിവസങ്ങളിലും തായമ്പക, എഴുന്നള്ളിപ്പ്, കലാപരിപാടികൾ, നൃത്തനൃത്യങ്ങൾ, ബാലെ, അതുപോലെ തന്നെ ഫെബ്രുവരി മാസം 1 തീയതി ഞായറാഴ്ച തൈപ്പൂയ രഥോത്സവത്തോടനുബന്ധിച്ച് വർഷത്തിലൊരു ദിവസം മാത്രം നടത്തുന്ന ഒരു കുടം പാലും പഴവും എന്നുള്ള ഒരു വിശേഷ വഴിപാട് പാലൂരപ്പന്. പഴത്തിനായി പഴനിയിലും പാലിനായി പാലൂരിലും കുടികൊള്ളുന്ന പാലൂരപ്പൻ്റെ ഒരു വിശേഷ വഴിപാടാണ്. അനേകായിരം ആളുകൾ പങ്കെടുക്കുന്ന ആ പരിപാടിയും തുടർന്ന് വൈകുന്നേരം മഹാരഥോത്സവം കലാപരിപാടികളും തായമ്പക, അതുപോലെ തന്നെ പഞ്ചവാദ്യം, എഴുന്നള്ളിപ്പ്, ആന, ടാബ്ലോ എല്ലാം തറാപ്പൂതം തുടങ്ങിയ കേരളീയ മാതൃകയിലെ എല്ലാ കലാപരിപാടികളും അവതരിപ്പിക്കുന്നു. നിത്യവും ചുറ്റുവിളക്കും നിറമാലയും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം പൂജാരി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ, ഗോപാലകൃഷ്ണ പണിക്കർ, ദേവദാസ പണിക്കർ എന്നിവർ അറിയിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ജൈവ കർഷകനും അധ്യാപകനുമായിരുന്ന പി നാരായണൻ മാസ്റ്ററെ കുലുക്കല്ലൂർ തത്തനംപുള്ളിയിൽ അനുസ്മരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പി നാരായണൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനമാണ് നാരായണൻ മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തത്തനംപുള്ളി ALP സ്കൂളിൽ വച്ച് വിവിധ പരിപാടികളോടെ ആചരിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. അന്നും തന്റെ നിലപാട്, തനിക്ക് കൈപ്പത്തി അടയാളത്തിൽ ജയിക്കാൻ അവസരമൊരുക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എന്താണ് പറയുന്നത്, അതിലപ്പുറം ഒരു കടുകിട വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ച ധീരനായ നമ്മുടെ ഒരു പടയാളിയായിരുന്നു നാരായണൻ മാസ്റ്റർ എന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല. അതേപോലെ തന്നെ ഞാൻ ദീർഘമായി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്തുള്ള ഏതാനും അറിവുകൾ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവച്ചു എന്നുള്ളൂ. അതുപോലെ തന്നെ കാർഷിക രംഗത്ത് കർഷകൻ എന്ന നിലയിൽ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന മാർഗം, ജൈവ കർഷകൻ എന്നുള്ള നിലയിൽ നിരവധികളായ അവാർഡുകളും നിരവധികളായ ആദരവുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷനായി. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ സമർപ്പണം റിയാസ് മുക്കോളി നിർവഹിച്ചു. പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കലും അവാർഡ് വിതരണവും ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം EK മുഹമ്മദ് കുട്ടി ഹാജി നിർവഹിച്ചു.
ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിസുദ സൂരജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സുമയ്യ നാസർ, ശ്രീവിദ്യ രാജേഷ്, ഫരീദ ടീച്ചർ, പഞ്ചായത്ത് അംഗങ്ങളായ എ പി ജയശ്രീ, ഇ പി ഹുസൻ, കെ കെ സാജൻ, അലി മക്കടയിൽ, എം കെ ഖദീജ, എൻ ശോഭന, സുനിത രാജൻ, രാജൻ പുതുനായിൽ, കെ അബൂബക്കർ, നിസർ മപ്പാട്ടുകര, ടി ശശി, സൈദലവി മാസ്റ്റർ, എം ഷമീം, എം പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. സന്നദ്ധ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. 2025 മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ മൻസൂർ നെച്ചിയിൽ, മുൻ ADM NM മെഹറലി, പെരിന്തൽമണ്ണ തഹസിൽദാർ വേണുഗോപാൽ, പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, സെക്ഷണൽ ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സമീർ, ഡോക്ടർ നിലാർ മുഹമ്മദ്, ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, മാർക്കറ്റ് സിറ്റി ഓപ്പറേഷൻ മാനേജർ ശില്പ, കേരള വനംവകുപ്പ് സർപ്പ ജില്ലാ ഫെസിലിറ്റേറ്റർ ജവാദ് കുടുക്കൻ, സർപ്പ ജില്ലാ ട്രെയിനർ ജാഫർ, ജില്ലാ സെക്രട്ടറി മുനീർ, ജബ്ബാർ ജൂബിലി, സുമേഷ് വലമ്പൂർ, യാസർ അരവിമംഗലം, ഗിരീഷ് കിഴാറ്റൂർ, വാഹിദ അബു, അമ്പിളി ജിജൻ, റഹീസ് കുറ്റീരി എന്നിവർ സംസാരിച്ചു. 2026 യൂണിറ്റിനെ നയിക്കാൻ ലീഡർ ജബ്ബാർ ജൂബിലി, പ്രസിഡന്റ് ഹുസൈൻ കക്കൂത്ത്, സെക്രട്ടറി അമ്പിളി ജിജൻ, ട്രഷറർ ഷഫീദ് പാതായ്ക്കര എന്നിവരെ തെരഞ്ഞെടുത്തു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള 120ഓളം കുട്ടികൾ ചേർന്നൊരുക്കിയ യുറീക്കയുടെ പാലക്കാട് ജില്ലയിലെ പ്രകാശനം ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ശ്രീരാമജയം LP സ്കൂളിൽ വെച്ച് നടന്നു. ശ്രീകൃഷ്ണപുരം ലൈബ്രറി സ്വീറ്റ് വായനശാലയുടെ നേതൃത്വത്തിലാണ് പ്രകാശനം സംഘടിപ്പിച്ചത്. ജില്ലയിലെ 24 കൂട്ടുകാർ എഴുത്തും വരയുമായി കുട്ടികളുണ്ടാക്കിയ യുറീക്കയിൽ അണിനിരക്കുന്നുണ്ട്. യുറീക്കയുടെ അതിമനോഹരമായ കവർ ചിത്രം വരച്ച നൈതിക് എന്ന കൊച്ചുമിടുക്കന്റെ കരവിരുതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കുനിശ്ശേരി SRUP സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിയാണ് നൈതിക് പി ആനന്ദ്. പൂർണ്ണമായും കുട്ടികളുടെ രചനകൾ മാത്രമുള്ള ഈ പുതുവർഷ പതിപ്പിലെ രചനകൾ തിരഞ്ഞെടുത്തതും എഡിറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തിയതും രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയതും 14 അംഗങ്ങളുള്ള കുട്ടികളുടെ പത്രാധിപ സമിതിയാണ്. ഈ 14 പേരിൽ 7 കുട്ടികൾ പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവരാണ്. ഈ 7 പേരും ഒപ്പം പാലക്കാട് ജില്ലക്കാരായ 18 കുട്ടികളും എഴുതിയ രചനകളും വരച്ച ചിത്രങ്ങളും കുട്ടികളുണ്ടാക്കിയ യുറീക്കയിലുണ്ട്. മുഖ്യാതിഥിയായി പങ്കെടുത്ത ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ യുറീക്കയുടെ കോപ്പികൾ കുട്ടികൾക്ക് കൈമാറി പ്രകാശനം നിർവഹിച്ചു. എത്ര രൂപ വേണമെങ്കിൽ വ്യക്തിപരമായി ചെലവഴിക്കാം, ശാരീരികമായി എത്ര വേണമെങ്കിൽ അധ്വാനം ഏറ്റെടുക്കാം എന്ന നിലയിൽ സമർപ്പിതമായി നിൽക്കുന്ന നാരായണ മാഷെ പോലെ ഇവിടെ കൊച്ചു വിദ്യാർത്ഥികളെല്ലാം കൈപിടിച്ച് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ ഒരു ഇടപെടലിന്റെ തലമാണ് ഇന്നിവിടെ അനാവരണം ചെയ്യുന്നത്. തീർച്ചയായും ഈ ചടങ്ങ് എന്തുകൊണ്ടും ഇവിടെ വിളിച്ചു ചേർത്തതിലെല്ലാം തന്നെ അർത്ഥവത്താണ്, മൂല്യമുള്ളതാണ്. ഇന്ന് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ എന്നത് കുട്ടികളാണ് അത് എഴുതുന്നത്, നമ്മുടെ കുട്ടിത്തമാണ് ഒരുപക്ഷെ അവരിലൂടെ പുറത്തു വരുന്നത് എന്ന രീതിയിലേക്ക് കാണാൻ പാടില്ല. കുട്ടികളെ പലരും നാളത്തെ പൗരന്മാർ എന്ന് വിളിക്കാറില്ല. നാളത്തെ പൗരന്മാരല്ല, അവര് ഇന്നത്തെ പൗരന്മാരാണ്. ഈ ഇരിക്കുന്ന ആളുകളിൽ മുതിർന്നവരെക്കാൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ പ്രതികരിക്കാനും അതുപോലെ ആശയങ്ങൾ പുറത്തു കൊണ്ടുവരാനും ഒക്കെ കഴിവുള്ള സവിശേഷ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ കുട്ടികളെന്ന് നാം കാണേണ്ടതുണ്ട്. ആ നിലയിൽ കുട്ടികളുടെ രചനകൾ വളർന്ന് വികസിക്കാൻ കഴിയുന്ന രീതിയിൽ യുറീക്ക ഇടപെടുന്ന ഈ രീതിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുക. ഗ്രാമപഞ്ചായത്ത് അംഗം MK ദ്വാരകാനാഥൻ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് K ബാലസുബ്രഹ്മണ്യൻ, ലൈബ്രറി സീറ്റ് സെക്രട്ടറി AP കേലു, യുറീക്ക പത്രാധിപ സമിതി അംഗം PM നാരായണൻ, A ഹരിദാസൻ, N വാസുദേവൻ എന്നിവർ പങ്കെടുത്തു. ശ്രീരാമജയം സ്കൂൾ പ്രധാനാധ്യാപകൻ PG ദേവരാജ് യുറീക്കയിൽ എഴുതുകയും വരയ്ക്കുകയും ചെയ്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു. കുട്ടികളുടെ പത്രാധിപ സമിതി അംഗങ്ങളായ ഹർഷിത, അൽഹാസീൻ, ജസ അൻവർ, തന്മയ, ഭഗത് എന്നിവർ കുട്ടികളുണ്ടാക്കിയ യുറീക്ക മാസികയുടെ നിർമ്മാണാനുഭവങ്ങൾ പങ്കുവച്ചു. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. ചെർപ്പുളശ്ശേരിയുടെ സ്വന്തം വൈബ്രന്റ് ഫിറ്റ്നസ് സ്റ്റുഡിയോ
കൂടുതൽ പുതുമകളോടെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെ കാവുവട്ടത്തെ TVS ഷോറൂമിന് സമീപമാണ് പുതിയ വൈബ്രന്റ് ഫിറ്റ്നസ് സ്റ്റുഡിയോ തുറന്നിരിക്കുന്നത്. ആരോഗ്യ ശരീര സൗന്ദര്യ സംരക്ഷണ മേഖലയിൽ 11 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ചെർപ്പശ്ശേരിയുടെ അടയാളമായി മാറിയ വൈബ്രന്റ് ഫിറ്റ്നസ് സ്റ്റുഡിയോ ആണ് അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചെർപ്പശ്ശേരി പട്ടാമ്പി റോഡിൽ കാവുവട്ടം TVS ഷോറൂമിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വിപുലമായ പരിപാടികളോടെ ഞായറാഴ്ച നടന്നു. 6000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വിശാലമായ കെട്ടിടത്തിൽ വിപുലമായ സൗകര്യങ്ങളോടെയാണ് വൈബ്രന്റ് ഫിറ്റ്നസ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫിറ്റ്നസ് രംഗത്തെ ഏറ്റവും പുതിയ ടെക്നോളജി ചെർപ്പശ്ശേരിക്കാർക്ക് പരിചയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത അത്യാധുനിക മെഷീനറികളാണ് വൈബ്രന്റിൽ ഒരുക്കിയിട്ടുള്ളത്. എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ കെട്ടിടത്തിൽ സ്ട്രെങ്തനിങ്, കാർഡിയോ വർക്കൗട്ടുകൾക്ക് പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക ബാച്ചും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമുണ്ട്. പ്രഗത്ഭരായ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ ശരിയായ ട്രെയിനിങ്ങിലൂടെ ശരീര സൗന്ദര്യവും ആരോഗ്യവും മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെയാണ് വൈബ്രന്റ് ഫിറ്റ്നസ് സ്റ്റുഡിയോ. ഇത് നമുക്കിത് വൈബ്രൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ സിറാജുദ്ദീൻ എസ്പെഷ്യലി 22 വർഷമായിട്ട് ഈ ഫീൽഡിൽ അദ്ദേഹം നിലനിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ട്രെയിനേഴ്സ് സ്പെഷ്യലി 5-6 ട്രെയിനേഴ്സിൻ്റെ വെൽ ട്രെയിനേഴ്സ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് തന്നെ എടുത്തു പറയാവുന്ന ഒരു ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെൽ എക്യുപ്ഡ് മെഷീനറീസ്, പിന്നെ അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ. ഇത് ഫിസിക്കൽ ഒരു പരിശീലനം മാത്രമല്ല, മോർ ഓവർ ഇതിൻ്റെ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെൻ്റൽ സ്ട്രെങ്തനോട് കൂടിയുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിനെ വാർത്തെടുക്കാനുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മളിത് ഈ ഒരു സംവിധാനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ലൊക്കാലിറ്റിയിൽ ഏറ്റവും നല്ലൊരു ജിമ്മ് നമുക്ക് നാട്ടുകാർക്ക് എന്നാൽ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് കൊടുക്കുക എന്നുള്ളതാണ്, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മൂപ്പര് ഒരു കർത്തവ്യം. അത് കറക്റ്റായിട്ട് മൂപ്പര് ചെയ്തിട്ടുമുണ്ട്. ഇവിടെ വരുന്നത് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ, നമ്മളിപ്പോൾ തായ്വാൻ അങ്ങനെയുള്ള നമുക്ക് എന്നാൽ UAE, ദുബായ് അവിടെയൊക്കെ കാണാവുന്ന ഒരു എക്യുപ്മെൻറ്റ്സാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്. പൊതുവേ നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ കിട്ടാമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നമുക്ക് ട്രെയിനിങ് കറക്റ്റായിട്ട് ചെയ്തു തരില്ല. അപ്പോൾ ആ ഒരു ഇത് നികത്തുക എന്നുള്ളതാണ്. നമ്മളെല്ലാവർക്കും ട്രെയിനിങ് ഒരേമാതിരി എത്തിക്കുക എന്നുള്ളതൊരു ഫെസിലിറ്റി നമ്മൾ മുന്നിൽ കാണുക. അതാണ് 4 ട്രെയിനേഴ്സിനെ വെക്കുക, എല്ലാവർക്കും ജനറൽ ട്രെയിനിങ് കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ അതേമാതിരി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന PT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ബോഡി ബിൽഡിങ് മീൻസ് കോമ്പറ്റീഷന് പോകേണ്ട ആൾക്കാർക്ക് ആ രീതിയിൽ നമ്മൾ PT എടുത്തു കൊടുക്കുന്നതാണ്. മീൻസ് അതിന് സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ കാർഡിയോ സെക്ഷനിൽ വരുമ്പോൾ നമ്മൾ ഇവിടെ എവിടെയും കാണാത്ത സൂംബ, എയറോബിക്, പിന്നെ അതേമാതിരി സർക്യൂട്ട് ട്രെയിനിങ്, പിന്നെ അതേമാതിരി ബൂട്ട് ക്യാമ്പ്, ഫങ്ഷൻസ്, അങ്ങനെയുള്ള എല്ലാ ട്രെയിനിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. എല്ലാവർക്കും അത് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ PT എടുത്ത് ചെയ്യുക എന്നുള്ളതല്ല, എല്ലാവർക്കും നമ്മൾ ആ എല്ലാ ട്രെയിനിങ്ങും എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും ആ ഒരു ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഞായറാഴ്ച നടന്ന ചടങ്ങിൽ ചെർപ്പശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ ജംസിയ KT നവീകരിച്ച വൈബ്രന്റ് ഫിറ്റ്നസ് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തു.
ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇങ്ങനത്തെ ഫിറ്റ്നസ് സെൻ്ററുകൾ നമ്മുടെ നാടിന് വലിയ മുതൽക്കൂട്ടാണ്. നമ്മുടെ ഈ ചെർപ്പുളശ്ശേരി നഗരത്തിൽ ഇതൊരു വിജയമായി തീരട്ടെ. ആരോഗ്യപരമായ ഒരു ഭാവി ഉണ്ടാവട്ടെ. ഏറ്റവും ആധുനിക ഉപകരണങ്ങളും നല്ല വിദഗ്ധരായ ട്രെയിനേഴ്സിൻ്റെ സേവനം ലഭ്യമാണെന്ന് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു. ലേഡീസിന് പ്രത്യേകം സെക്ഷൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ്. അപ്പോൾ അവർക്കും ഇത് വളരെയധികം ഉപകാരപ്രദമാവും. എല്ലാവരും ഇതൊരു വിജയമാക്കി തീർക്കുക. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി ജയകൃഷ്ണൻ മുഖ്യാതിഥിയായി. മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ സൗത്ത് ഇന്ത്യ തുടങ്ങി ഫിറ്റ്നസ് രംഗത്തെ നിരവധി മെഡലുകൾ കരസ്ഥമാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ബാസിത് അൻവർ വിശിഷ്ടാതിഥിയായി. തുടർന്ന് പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ലാല മലപ്പുറം, പുലിവാൽ മീഡിയ നൌഫൽ തുടങ്ങിയവർ നയിച്ച എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമും നവരസ ബാൻഡ് നേതൃത്വം നൽകിയ ഗാനമേളയും ബോഡി ഷോയും നടന്നു. ഒറ്റപ്പാലം, പട്ടാമ്പി താലൂക്കുകളിൽ പലവക സംഘങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനുള്ള ഒന്നാം സ്ഥാനം ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സൊസൈറ്റിക്ക് ലഭിച്ചു. ചെർപ്പുളശ്ശേരിയിൽ നടന്ന 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ താലൂക്ക് തല സമാപനത്തിൽ വെച്ച് സംഘം ഭാരവാഹികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. 2024-2025 സാമ്പത്തിക വർഷത്തിൽ താലൂക്ക് തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സൊസൈറ്റിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചത്. ഇതിനു മുമ്പും ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും സംഘത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സംഘം പ്രസിഡന്റ് VK രാധാകൃഷ്ണൻ, സെക്രട്ടറി CP ശൈലജ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, സംഘം ജീവനക്കാർ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ൽ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയും 2015 മുതൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത സംഘം ഇതിനു മുമ്പും നിരവധി തവണ ഒന്നാം സ്ഥാനത്തിന് അർഹരായിട്ടുണ്ട്. നാളിതുവരെ സഹായിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നുവെന്നും ശ്രീകൃഷ്ണപുരം മൾട്ടിപർപ്പസ് സൊസൈറ്റി പ്രസിഡന്റ് VK രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതിനു മുമ്പും ഈ സംഘത്തിന് ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും ഒന്നാം സ്ഥാനം ലഭ്യമാക്കിയിട്ടുണ്ട്. 2014 പ്രവർത്തനം രജിസ്റ്റർ ചെയ്ത് 2015 തുറന്നു പ്രവർത്തിച്ച ഈ സംഘം നാളിതുവരെയുള്ള നേട്ടങ്ങൾക്ക് കാരണം ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളും ഇടപാടുകാരും മെമ്പർമാരുമാണ്. ഇതോടനുബന്ധിച്ച് ഞങ്ങളെ സഹായിച്ച സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളെ സഹായിച്ച നാട്ടുകാരോടും ഞങ്ങളുടെ മെമ്പർമാരോടും ഞങ്ങൾക്കുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. മേലിലും ഈ സംഘത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഈ സംഘത്തിന്റെ പുരോഗതിക്കും വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഏകദേശം 20ഓളം ധനകാര്യ സ്ഥാപനങ്ങൾ, ദേശസാൽകൃത ബാങ്കുകൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ നേട്ടം ഉണ്ടാക്കി തന്നത് ഈ നാട്ടിലെ ജനങ്ങളും നല്ലവരായ ഇടപാടുകാരുമാണ്. മേലിലും ഈ സംഘത്തിന് പുരോഗമനമായ കാര്യങ്ങൾക്കും ഈ അഭിവൃദ്ധിക്കും വേണ്ടി ഈ ജീവനക്കാരുടെയും ഈ നാട്ടുകാരുടെയും മെമ്പർമാരുടെയും ഇടപാടുകാരുടെയും നിർലോഭമായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്.
താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി കഴിയാവുന്ന രീതിയിലുള്ള ധനസഹായം ലോൺ രൂപത്തിൽ നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനായി സത്യസന്ധമായ തിരിച്ചടവുകൾ ലഭ്യമായാൽ മാത്രമേ മുന്നോട്ടു പോകുവാൻ കഴിയൂ എന്നും ജീവനക്കാരുടെയും ഡയറക്ടർമാരുടെയും ജനങ്ങളുമായുള്ള സുതാര്യമായ ഇടപെടലുകളുടെ ഫലമായാണ് ഒന്നാം സ്ഥാനം ലഭിച്ചതെന്നും വൈസ് പ്രസിഡന്റ് VN കൃഷ്ണനും പറഞ്ഞു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സൊസൈറ്റി ഇവിടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് നമ്മൾ 3ാമത്തെ തവണയാണ് നമുക്കിവിടെ അവാർഡ് കിട്ടുന്നത്. നിസ്സീമമായ പ്രവർത്തനങ്ങളിലൂടെ ഈ നാട്ടിലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയാവുന്ന പരമാവധി ധനസഹായമല്ല ലോണായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നു. ഒരു പരിധിവരെ അത് ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ അവന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങളോട്, ഇവിടുത്തെ സഹകാരികളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ സഹകാരികളോട് ഒരു കാര്യം കൂടി നമ്മളൊപ്പം സൂചിപ്പിക്കുന്നുണ്ട്. ഈ സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ ഞങ്ങളുടെ നിർലോഭമായ നല്ല സത്യസന്ധമായുള്ള ഈ തിരിച്ചടവുകൾ കൂടി വരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ഇത് നിലനിർത്താൻ കഴിയുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ 20 20ന്റെ പുറമെ സഹകരണ സ്ഥാപനങ്ങളടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. ഉണ്ടെങ്കിലും അവർക്കൊന്നും നേടാൻ കഴിയാത്ത, അവർക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സത്യസന്ധമായ പ്രവർത്തനം ഈ സംഘത്തിന് ചെയ്യാൻ, സംഘത്തിനും അതിനോടൊന്ന് ബന്ധപ്പെട്ട നമ്മുടെ തൊഴിലാളികൾ, ഇവിടെയുള്ള ജീവനക്കാരുടെയും നമ്മുടെ ഡയറക്ടർമാരുടെയും ജനങ്ങളുമായുള്ള വളരെ അടുത്ത ഇടപഴകിയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇത് നേടാൻ കഴിഞ്ഞത്. മാത്രമല്ല വളരെയേറെ സുതാര്യമാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലെ എല്ലാ പേപ്പർ എന്ത് പ്രവൃത്തിയായാലും വളരെ സുതാര്യമായ രീതിയിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നു. അതിന്റെ ഫലമായാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കല്ലടിക്കോട് വയോധികയെ വീട്ടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. 73-കാരിയായ അലിമയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം. മണ്ണാർക്കാട് ആനമൂളിയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് CPM ഏരിയ സെക്രട്ടറി. പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന ലോക്കൽ സെക്രട്ടറിയുടെ വാദത്തെ തള്ളി ഏരിയ സെക്രട്ടറി. പോലീസ് വിളിച്ച ചർച്ചയിൽ പങ്കെടുക്കാതെ ലോക്കൽ സെക്രട്ടറി. ഒറ്റപ്പാലം പനമണ്ണ ഇത്തിയാൻമലയിലെ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് മാർച്ച് നടത്തി. ക്വാറി ജീവനും സ്വത്തിനും ഭീഷണിയെന്ന് നാട്ടുകാർ. ഒറ്റപ്പാലം കണ്ണിയമ്പുരത്ത് മോഷണവും മോഷണ ശ്രമവും. 2 വ്യാപാര സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും വീടുകളിലുമാണ് കള്ളന്മാർ കയറിയത്. കുമരമ്പത്തൂർ പുതുക്കുടിയിൽ മോട്ടോർ പുരയുടെ ഷട്ടർ തകർത്ത് മോട്ടോറിന്റെ പാർട്സുകൾ മോഷ്ടിച്ചു. അങ്ങാടിപ്പുറത്തെ ചെറുപുഴയെ ചേലുള്ളതാക്കാൻ മാസ് ക്യാമ്പയിനുമായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത്. നഗരസഭയുമായി കൈകോർത്ത് നടപടി. മാലിന്യം തള്ളുന്നവരുടെ ഫോട്ടോ എടുത്ത് അയക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും പ്രഖ്യാപനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.